അതോടൊപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലായാലും നിങ്ങളുടെ ഫാമിലിയിലായാലും പല ഡിഫറൻസ് സ്വഭാവങ്ങളുള്ള ആളുകളുണ്ട് അല്ലേ. അതായത് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ട്, മനസ്സിൽ സൂക്ഷിക്കാതെ പുറമേ പറഞ്ഞു നടക്കുന്ന ആളുകളുമുണ്ട്. ഇപ്പോൾ ഒരു ഫാമിലിയിൽ നിങ്ങളൊരു ഹസ്ബൻഡാണോ, നിങ്ങളൊരു ഭർത്താവാണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ വിഷയങ്ങൾ ഉണ്ടായെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാൻ തയ്യാറാകില്ല. പുരുഷന്മാരുടെ പൊതുവെ ഒരു സ്വഭാവം അതാണ്. മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാം അടക്കി പിടിച്ചിട്ട് സ്വയം സഫർ ചെയ്തിട്ട് അവർ അതിന് പരിഹാരം തേടിക്കൊണ്ടേയിരിക്കും. എന്നാൽ സ്ത്രീകൾ പൊതുവെ അങ്ങനെയല്ല. എല്ലാവരോടും കുറച്ച് പേരോടൊക്കെ അവർ ഹെൽപ്പ് ചെയ്യിക്കും, ഫ്രണ്ട്സിനോടൊക്കെ ആയാലും ഹെൽപ്പ് ചോദിക്കുകയും ചെയ്യും. പക്ഷെ എങ്ങൊന്നും ഹെൽപ്പ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പലതരത്തിലുള്ള സ്വഭാവങ്ങളുള്ള ആളുകളുണ്ട്. അതായത് ഞാൻ പറയുന്നത്, നമ്മളുടെ പ്രസൻസ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് രംഗപ്രവേശനം ചെയ്യുന്ന ആളുകളുണ്ട്, നമ്മളുടെ പ്രസൻസ് ആവശ്യമുള്ള സ്ഥലത്ത് രംഗപ്രവേശനം ചെയ്യാത്ത ആളുകളുണ്ട്. അതുപോലെ അനാവശ്യമായിട്ട് വേണ്ടാത്ത സാഹചര്യങ്ങളിൽ കമൻസ് രേഖപ്പെടുത്തുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലായാലും നിങ്ങളുടെ അതായത് സുഹൃത്ത് വലയത്തിൻ്റെ ഉള്ളിലായാലും വീട്ടിലായാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് കമന്റുകൾ രേഖപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതായത് മനുഷ്യന് ഇന്നും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. തൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല എങ്കിൽ അവിടെ പ്രവേശിക്കേണ്ട കാര്യമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കാത്ത മനുഷ്യരുണ്ട്. അനാവശ്യമായിട്ട് അതുപോലെ ഹെൽപ്പ് കൊടുക്കുന്ന ആളുകളുണ്ട്. കാരണം നമ്മുടെ ഹെൽപ്പ് അവർക്ക് ആവശ്യമില്ല എന്നിട്ട് പോലും കെട്ടിക്കയറി അവിടെ ചെന്നുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് അവർക്ക് ഹെൽപ്പ് കൊടുക്കുക. വേണ്ട എന്ന് പറഞ്ഞാലും ആ ഹെൽപ്പ് നിർബന്ധിച്ച് മേടിപ്പിക്കുന്നവരുണ്ട്. അതൊക്കെ വളരെ മോശകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് അപ്പോൾ ആളുകൾ ചിന്തിക്കും, ഈ വ്യക്തി ഈ സാന്നിധ്യത്തിൽ നിന്ന്, ഈ പ്രസൻസിൽ നിന്നൊന്ന് പോയി തന്നാൽ മതിയായിരുന്നു, ഇയാളുടെ ഹെൽപ്പും വേണ്ട ഒന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിലായാലും അതായത് നിങ്ങളുടെ ഫാമിലി ലൈഫിലായാലും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലായാലും നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമില്ല എങ്കിൽ അവിടെ നിങ്ങൾ പ്രവേശിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ചില ലവ് റിലേഷൻഷിപ്പുകളുണ്ട്. ഈ ലവ് റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് അനാവശ്യമായിട്ട് ആളുകൾ തങ്ങൾക്ക് ആ ലവ് റിലേഷൻഷിപ്പിന്റെ ആവശ്യമില്ല, എന്നാലും അനാവശ്യമായിട്ട് മറ്റുള്ളവരെ നിർബന്ധിച്ച് ആ ലവ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ താൽക്കാലികം മാത്രമാണ്. പിന്നീട് വളരെ വലിയ മാനസിക വിഷമമുണ്ടാക്കുന്ന പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കും. അതോടൊപ്പം അനാവശ്യമായിട്ട് കാര്യങ്ങളിൽ ഇന്റർഫിയർ ചെയ്യാതിരിക്കുക, ഇടപെടാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള കമന്റുകൾ രേഖപ്പെടുത്താതിരിക്കുക, കറക്റ്റ് സ്ഥലത്ത് സംസാരിക്കേണ്ടതാണ്, കറക്റ്റ് സ്ഥലത്ത് പ്രവേശിക്കേണ്ടതാണ്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒരാളെ കൗൺസിലിംഗ് ചെയ്യാൻ പോവുകയാണ്. ഒത്തിരി ഡിസ്റ്റൻസിലൊരു വ്യക്തിയാണ്, എൻ്റെ ആദ്യത്തെ ക്ലയൻ്റാണ്. അപ്പോൾ ഇന്ന് രാത്രി 8 മണിക്ക് ശേഷമാണ് ഞാൻ അയാൾക്ക് സമയം കൊടുത്തിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നെനിക്ക് വളരെ ഹാപ്പി ആയൊരു ദിവസമാണ്. ആദ്യമായിട്ടാണ് ഒരാളെ കൗൺസിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ പ്രശ്നങ്ങൾ എന്നോട് സംസാരിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ തരുന്നതായിരിക്കും. അതുവഴി വിളിച്ച് ഞാനുമായിട്ട് സംസാരിക്കാവുന്നതാണ്. 9562899325 ഇതാണ് എൻ്റെ നമ്പർ. അത് നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുമ്പോൾ നമ്പർ പേഴ്സണലായി തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.